അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. സെബാസ്റ്റ്യനുമായി ചേർന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. രഘു, ദുരൂഹതകൾ ഇനിയും നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിയുടെ നിസ്സഹകരണം, ഒപ്പം തന്നെ തെളിവുകൾ കണ്ടെത്താനുള്ള പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുമൊക്കെ അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്? ഏതൊക്കെ ഇടങ്ങളിൽ ഇന്ന് പരിശോധന നടത്തും? എന്തെങ്കിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? ദിവിഷ്, സെബാസ്റ്റ്യൻ്റെ വീട് തന്നെ നമ്മൾ ആദ്യം പറയുന്നത് പോലെ തന്നെ വളരെ ദുരൂഹമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ആദ്യം തൊട്ട് കാണിക്കുന്നതാണ്. അതായത് ഈ വീട് നിറയെ 2 ഏക്കറിലധികം വിശാലമായ ഒരു പറമ്പാണ്. അതിൽ നിറയെ കാടാണ്. ഒപ്പം തന്നെ ചെറുതും വലുതുമായ ധാരാളം കുളങ്ങളും ആ വീട്ടിലുണ്ട്. ആ കുളങ്ങളിലൊക്കെ സെബാസ്റ്റ്യൻ മീൻ വളർത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ സംശയം. അതായത് ആഫ്രിക്കൻ മുഷിയൊക്കെ പോലെ ഒരുപക്ഷെ ഹ്യൂമൻ വേസ്റ്റ്, മനുഷ്യൻ്റെ ഈ മാംസമൊക്കെ കഴിക്കുന്ന മീനിനെയൊക്കെ വളർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സിനെ അടക്കം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കുളം വറ്റിച്ച് പരിശോധിക്കാൻ വേണ്ടിയാണ് ഫയർഫോഴ്സ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഫയർഫോഴ്സിൻ്റെ വാഹനം കാണാൻ വേണ്ടി സാധിക്കും. പോലീസ് മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. കാരണം ഈ ഭൂമിയിൽ എന്തെല്ലാമൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ടാവും. ആ തെളിവുകളൊക്കെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാധ്യമപ്രവർത്തകരെ കഴിഞ്ഞ ദിവസമൊക്കെ ആദ്യ ദിവസം നമ്മൾ വന്നപ്പോൾ ആ കുഴി എടുത്ത ഇടത്തേക്കൊക്കെ നമ്മളെ കയറ്റിവിട്ടിരുന്നു. പക്ഷേ ഇന്ന് പൂർണ്ണമായൊരു ബന്ദോബസ്തിലാണ് പോലീസിൻ്റെ പരിശോധന നടക്കുക. പ്രധാനമായും ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാലപ്പഴക്കം കേസിന് വലിയൊരു വെല്ലുവിളിയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നമ്മുടെ കോട്ടയം റിപ്പോർട്ടർ ഷിനോജ് എസ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, എന്താണ് ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നിലവിൽ ഏറ്റവും അവസാനമായി ഈ കേസിനെ സംബന്ധിച്ച് പറയുന്നത്? രഘു, ഇതിലേറ്റവും നിർണായകം എന്ന് പറയുന്നത് ഈ കൊടുത്ത പരാതിയാണ്. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു ഈ നിലവിൽ സംശയത്തിന് നിൽക്കുന്ന 3-4 കേസുകളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ബിന്ദു പത്മനാഭന്റെ കേസാണ്. മറ്റൊന്ന് ഈ ഐഷയുടെ കേസുണ്ട്. ഒപ്പം ഈ ജൈനമ്മയുടെ കേസ്. ഈ കൊലപാതകം എല്ലാം ഇതിലൊരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് നിലവിൽ ഈ പറയുന്ന ഈ പ്രതിയായിട്ടുള്ള നിലവിൽ സെബാസ്റ്റ്യൻ മാത്രമാണ് ഈ 3 കേസിലും. ഇതിൽ മറ്റ് 2 കേസുകളിലും ഇതിന്റെ പിന്നാലെ പോകാൻ, ഈ കേസിന് പിന്നാലെ പോകാനും ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ജൈനമ്മയുടെ കേസിൽ അവർ ഭർത്താവുമായി അത്തരത്തിലൊരു അടുത്ത ബന്ധത്തിലല്ല എങ്കിൽ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നാലെ പോകാൻ അവരുടെ സഹോദരൻ ഉണ്ടായിരുന്നു. സാവിയോ എന്നാണ് പേര്. സാവിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നത്. പക്ഷേ കാര്യമായ രീതിയിലുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. തുടർന്ന് ഈ കേസ് കോടതിയിലേക്ക് പോകുന്നു. കോടതിയാണ് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഈ കേസിലെ പിന്നാലെ പോകാൻ സാവിയോ എന്ന് പറയുന്ന സഹോദരൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് തന്നെ അതിനകത്തൊരു വ്യക്തത വരുന്നില്ല. ബിന്ദു പത്മനാഭന്റെ കേസിലും ഇവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അവർ ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോവുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നതും സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും പ്രധാനപ്പെട്ടത് ബിന്ദു പത്മനാഭൻ എവിടെ എന്നുള്ള കാര്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടിയിരുന്നില്ല. അല്ലെങ്കിൽ ബിന്ദു പത്മനാഭൻ എന്തു പറ്റി എന്ന് കൃത്യമായ മറുപടി സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ വേണ്ടി സെബാസ്റ്റ്യനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ വേണ്ടി അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. കോടതിയിൽ വെച്ച് ഈ സെബാസ്റ്റ്യൻ ആ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസും ഏകദേശം ഒരു മന്ദീഭവിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നിലവിൽ 3 യുവതികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ സംശയനിഴലിലാണ് എന്നു മാത്രവുമല്ല പോലീസ് ആ കേസ് കുറച്ചുകൂടെ വിപുലമായി പരിശോധിക്കുന്നുമുണ്ട്. ചേർത്തല അല്ലെങ്കിൽ ആ ചേർത്തലയ്ക്ക് പരിസരത്തുള്ള 15 വർഷത്തിലധികം മുൻപ് കാണാതായ സ്ത്രീകളുടെ മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. അതുകൊണ്ടാണ് ഇതൊരു സീരിയൽ കില്ലിംഗ്, ഈ വീട്ടിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് അല്ലെങ്കിൽ ഈ വീടിന്റെ പരിസരത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നുള്ളൊരു സംശയത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് നേരത്തെ കാണാതായ സിന്ധുവിന്റെ ബന്ധു അമ്മയാണെന്ന് ഞാൻ കരുതുന്നു. അവർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ സംശയം തോന്നുന്നു. അതിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ്. അപ്പോൾ ഈ പല വിധത്തിൽ ഇത്തരം തിരോധാന കേസുകളുണ്ട്. അതിനൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഈ നിലവിലുള്ള 3 കേസുകൾക്കപ്പുറം സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് അഡീഷണലായി ഇതുവരെയുള്ള അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ടോ? ഐഷ, ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ ജൈനമ്മ, ഈ 3 സ്ത്രീകളുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടായിരുന്നു, ഈ 3 സ്ത്രീകളുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. ഫോൺ രേഖകളും മറ്റുമായിട്ട് അതിൻ്റെ, അല്ലെങ്കിൽ ഈ 3 തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ സംശയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. പക്ഷേ സിന്ധുവിനെ പോലെയുള്ള ആളുകളുമായിട്ട് സെബാസ്റ്റ്യന് നേരിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ തെളിവുകളൊന്നും തന്നെ നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ പക്കലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ
ഒരു കേസ് ആയതുകൊണ്ട്, കാരണം നമ്മളിപ്പോൾ കർണാടകയിൽ നിന്നൊക്കെ കാണുന്നത് പോലത്തെ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ ചുറ്റും ഉള്ളതുകൊണ്ട് തന്നെ വിപുലമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്താൻ വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ഈ അന്വേഷണത്തിലെല്ലാം ഒരു വലിയ രഹസ്യ സ്വഭാവം അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കണക്കാക്കുന്നത്, ഇവിടെ ഒരു വർഷം മുൻപാണ് ചെന്നിത്തലയിൽ കല എന്നുള്ള വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മുൻ ഭർത്താവ് അടക്കമുള്ള ആളുകളെ പ്രതി ചേർക്കുകയും മുൻ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വലിയ രീതിയിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ അംഗീകാരമൊക്കെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കാലപ്പഴക്കമാണ്. ഈ കേസിലെയും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത് കാലപ്പഴക്കം തന്നെയാണ്. ഈ കേസ് കാലപ്പഴക്കം കാരണം ഇത് പൂർണ്ണ അർത്ഥത്തിൽ, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ ആ ഇൻസിഡൻ്റ് ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്നുള്ള സാഹചര്യ തെളിവുകളോ ശേഖരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, സെബാസ്റ്റ്യൻ അതിവിദഗ്ധനായ ഒരു ബുദ്ധിമാനായ ക്രിമിനൽ കൂടി ആയതുകൊണ്ട് തന്നെ ശരിയാണ് രഘു. അതുകൊണ്ടാണ് അയാൾ ഇതുവരെ അന്വേഷണ സംഘത്തോട് വേണ്ട വിധത്തിൽ സഹകരിക്കാതിരിക്കുന്നത്.